MCFFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വില്ലേജർ ഫാമാണ്. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും എല്ലാം നോക്കി ഗൂഗിളിൻ്റെ അടുത്തെല്ലാം ചോദിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ച് അയൺ ഫാം എൻ്റെ ഈ വേൾഡിൽ ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വില്ലേജർ ഫാം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വില്ലേജർ ഫാമാണ്. അതിന് നമുക്ക് 2 വില്ലേജർ വേണം, കുറച്ചധികം റിസോഴ്സസ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ മുമ്പത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇവിടെ ഞാനൊരു സോംബി സ്പോൺ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഫുൾ ടോർച്ചൊക്കെ കളഞ്ഞ് വാട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫുൾ മാറ്റി. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കിവിടുത്തെ കല്ല് വീണ്ടും മൈൻ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ വേണ്ടി വരും. അതിന് മിക്കവും കുറേ വേണ്ടി വരും. കുറേ മണലും വേണ്ടി വരും. മണൽ ഞാൻ ഏകദേശം വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിനുള്ള മരം വേണ്ടി വരും. ഞാൻ മരം സെറ്റ് ചെയ്തില്ല, ആ മരത്തിൻ്റെ കാര്യം വിട്ടുപോയി. അങ്ങനെ മരമെല്ലാം നമ്മുടെ അടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് തീർന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 2 സ്റ്റാക്കാണ് നമ്മൾ കത്തിച്ച് തീർത്തു. പിന്നെ അപ്പോൾ നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് വേണം. അതിന് നമുക്ക് വില്ലേജർ ഫാമിന് കുറേ കട്ടിലൊക്കെ വേണം. കട്ടിലിന് വേണ്ടിയാണ് ഞാൻ ഇവിടുത്തെ പശു ഫാം മാറ്റി ആട് ഫാം ആക്കിയത്. ഓൾറെഡി ഞാൻ ഇത് ആടിനെ നമ്മുടെ ആടിൻ്റെ തൊലി മാത്രം എടുത്തു. ആടിനെ കൊന്നിട്ട് മാത്രമല്ല നമുക്ക് ആടിൻ്റെ തൊലി കിട്ടുക, ആടിനെ സ്ട്രിങ് ചെയ്താലും നമുക്ക് ആടിൻ്റെ തൊലി കിട്ടും. പിന്നെ നമ്മൾ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പട്ടികൾ അവിടെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പട്ടികളെ മാത്രം എടുത്തിട്ട് വന്നു. പിന്നെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, വില്ലേജിൽ പോകുന്ന വീഡിയോയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവിടെ നമ്മൾ പട്ടീനെ മാത്രം എടുത്തിട്ട് ഇങ്ങ് വന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ വില്ലേജിലേക്കൊന്ന് പോകണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ ക്യാരറ്റും അവിടുത്തെ പൊട്ടാറ്റവും അതെല്ലാം എടുത്തിട്ട് വരണം. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഫാമിങ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ അതിൻ്റെ ബിൽഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഫാം ആയിക്കോളും. അപ്പോൾ അല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വീറ്റ് അങ്ങ് പറിച്ചെടുക്കണം. അല്ല, വരുന്നവരതവിടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കെന്തായാലും വില്ലേജിൽ പോയിട്ട് വരണം. ഞാൻ എന്തായാലും വില്ലേജിലേക്ക് പോട്ടെ. വില്ലേജിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമ്മളെന്തായാലും നമ്മുടെ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെന്നാൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് വുഡ് വേണം. അയ്യോ, ഒരു കാര്യം എടുക്കാൻ മറന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വള്ളി. നമുക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ട വരും ഗൈസ്. ഇവിടുത്തെ വില്ലേജിൽ വള്ളി ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ സീനില്ല, ഇല്ലെങ്കിൽ നമ്മളിങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ വില്ലേജസിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ട്. ഒരു 2 വില്ലേജസ് മതിയാവും. അതിന് 2 ബോട്ടിലിരുത്തി കൊണ്ടുപോകണം. ഇവിടെ നല്ല മഴയാണ്. ബോട്ടിരുത്തി കൊണ്ടുപോകണം വരെ. അതിന് ബോട്ട് വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വള്ളി വേണം. വള്ളീന് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ പോകേണ്ടി വരും. വീട്ടിൽ ഇഷ്ടം പോലെ വള്ളിയുണ്ട്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ സ്റ്റാക്ക് കണക്കിനില്ല, മിനിമം ഒരു 5-6 അടുത്തോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ കൊണ്ട് കളഞ്ഞോന്നറിയില്ല. നമുക്ക് ഇഷ്ടം പോലെ ട്രേഡ് വില്ലേജർ വരുന്നുണ്ട്. ഇല്ല, എന്തായാലും നോക്കട്ടെ. ഇവിടെ വള്ളി ഉണ്ടോ? പൊട്ടാറ്റോ ഉണ്ട്. പിന്നെ ഞാൻ മുമ്പേ ഇവിടുത്തെ ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മുടെ ലക്ക്. ഒരു വള്ളിയേ ഉള്ളൂ ഗൈസ്. ഒരു വള്ളി കൊണ്ട് വലിക്കാൻ പറ്റുമോയെന്നറിയില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുന്ന് വേണ്ടത് വുഡ് ഇരിക്കട്ടെ, സ്റ്റിക്ക് ഇരിക്കട്ടെ. കുറച്ച് വുഡും കൂടി എടുക്കേണ്ടി വരും. അതായത് ഈ വുഡും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ഒരു ബോട്ട്. അവിടെ ഒരു വില്ലേജർ ഉണ്ട് എന്ന് തോന്നുന്നു. അവിടെ എന്തോ കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്നാണ് നമ്മൾ ക്യാരറ്റ് എടുത്തത് ഗൈസ്. ഇവിടെ തന്നെ ഒരു വില്ലേജർ ഉണ്ട് ഗൈസ്. ഒരു വില്ലേജറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വില്ലേജർ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു വിച്ചും ഉണ്ടായിരുന്നു. വിച്ചല്ല, വേറൊരുത്തെ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 വില്ലേജസ് ഉണ്ട് ഗൈസ്. സുഖമായി. ഇവിടെ കൊണ്ടുപോയി അത് പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ബെഡ് അല്ല, അത് പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇതങ്ങ് വെച്ച അവന്മാർ കയറുമായിരിക്കും തോന്നുന്നു. കേരടാ. അയ്യോ, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നമ്മൾ ഒരുത്തൻ കയറി. യെസ്, ഏതാല്ലേ 2 എണ്ണം കയറിയുണ്ട്. അയ്യോ, ട്രേഡ് അല്ലല്ലോ, ഇതെങ്ങനെയാ? അയ്യോ, ഇതെങ്ങനെയിപ്പോൾ
സ്ട്രിങ് ഇടുക. ഓക്കെ ഓക്കെ നമ്മുടെ വില്ലേജർ 2 വില്ലേജറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവന്മാരെ വലിച്ചോണ്ടെങ്ങ് നമ്മുടെ വീട്ടിലേക്ക് പോയാൽ മാത്രം മതി. എന്തായാലും ഞാൻ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും ഇവന്മാർ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറേ കൊണ്ടുപോകണം. കുറേ സമയം എടുത്ത് ആ തിണ്ടൊന്ന് കയറ്റാൻ, ആ പുഴ കഴിഞ്ഞിട്ടുള്ള ആ തിണ്ടൊന്ന് കയറ്റാൻ കുറേ സമയം എടുത്ത്. എൻ്റെ പൊന്നു, ആ ബോട്ടൊന്ന് കയറി വരണ്ടേ. ഇങ്ങനത്തെ ചെറിയ തിണ്ടൊന്നും പ്രശ്നമില്ല, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുത്താൽ. മറ്റേ വലിയ വലിയ ഇതേപോലത്തെ തിണ്ടൊക്കെ പ്രശ്നം. അത് മാത്രമല്ല അവിടെ ഫുൾ മരമായതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ഇനി ഇത് വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇതാ നമ്മുടെ ആ സോംബി ഫാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോംബി ഫാം നമ്മൾ ഇനി റെഡിയാക്കുന്നതാണ് പക്കായിട്ട്. നമ്മളെന്തായാലും ഇവന്മാരെ താമസിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എവിടെ താമസിപ്പിക്കുന്നുണ്ട്, എവിടെ ഇടുവന്മാരെ. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ ഒരു സ്പേസില്ലേ, നമ്മൾ ഇതാ ഇവിടെയൊക്കെ ഇടാൻ പോകണം വരെ. ഇത്ര കഷ്ടപ്പെട്ടു എന്ന് പറയാം നമ്മൾ ഇവന്മാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ കിളി പോയി. ഇതാ ഇവിടെ ഇടാൻ പോകണം. അത്യാവശ്യം ഒരു 2 ടോർച്ച് കൂടി വെക്കട്ടെ. ഇവന്മാർ പേടിക്കാൻ പാടിരുന്നു. ഡിസ്പോൺ ആവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ ഒരുത്തൻ്റെ ജോബ് ഇപ്പോഴും പോയിട്ടില്ല, എന്താണാവോ. ഇവിടെയൊക്കെ നല്ല സെക്യൂരിറ്റി ഒക്കെ അങ്ങ് വെക്കണം. ഉപയോഗിച്ചാൽ ആ പണി കിട്ടൂലേ. അപ്പോൾ നമ്മളെന്തായാലും അവിടെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിതാ നമ്മുടെ ആ വീട്ടിൻ്റെ പുറകിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി കുറച്ചധികം കല്ല് വേണ്ട വരും. കുറച്ചധികം കല്ല് ഞാൻ ഇവിടുന്ന് തന്നെ മൈൻ ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആവശ്യത്തിനുള്ള കല്ല് എടുത്തിട്ടുണ്ട്. ഇതാ രണ്ട് സ്റ്റാക്ക് ഒരു 24 മതിയാവും. പിന്നെ നമ്മൾക്കുള്ള വുഡ് എടുക്കണം. വുഡ് കുറച്ച് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്നാൽ. ഇപ്പോൾ ഗൈസ് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വുഡ് അവിടെ പോയി നമ്മൾ അവിടെ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ വീഡിയോന് ഭയങ്കര ലെങ്ത്ത് കൂടും. നമ്മൾ ഉണ്ടാക്കാൻ പോണ്. എത്ര കിട്ടും നോക്കാം. പറിക്കുമ്പോൾ നമ്മൾ വുഡ് വെട്ടുമ്പോൾ തന്നെ എനിക്ക് അവിടെ ഓൾറെഡി അവിടെ വുഡിൻ്റെ അത് തന്നെ കിട്ടുന്നുണ്ട്. വുഡ് നടാനുള്ള അത് ഞാൻ നട്ടിട്ടും കൂടിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് അതാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ളായിട്ട് ഒന്നും വെക്കുന്നില്ല. ഇതിൽ അയ്യോ ആരും ഗ്യാക്സ് എടുത്ത് ഉരുക്കാൻ വെക്കുമോ. പകുതി എടുത്ത് ഇതിനകത്തും വെച്ച് ഇതിനകത്ത് ഉരുക്കാൻ വെക്കാം. പിന്നെ അതിനകത്തൊന്നും അതിൽ പകുതി എടുക്കാനില്ല. ഓക്കെ ഇത്രയാണ് വേണ്ടത്. നമ്മുടെ പട്ടികളെന്തായാലും ഇവിടെ സിറ്റാക്കാം. നമ്മുടെ വില്ലേജറിനെ കാക്കാൻ വേണ്ടി നിങ്ങളിവിടെ നിൽക്കുക ഗൈസ് അല്ല, ഡോഗി വാച്ച്മാൻ. എന്തായാലും അവന്മാരുടെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. ഞാൻ എന്തായാലും നമ്മുടെ ആ നമ്മളിവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് നേരെ ഈ വീട്ടിൻ്റെ ഇവിടുന്ന് വെള്ളം നടുക്കോട്ട് വരുന്നത്. ഓക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നിന്നൊരു കല്ല് കൊടുക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ റൂട്ട് വരുന്നത്. ഇവിടെ നേരെ അങ്ങ് പോകും. ഇത്ര ഹൈറ്റ് മതിയായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടും ബിൽഡ് ചെയ്ത് പോകണം. 2 വരി നിരയായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഫസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ കട്ടിൽ വെക്കുന്ന സ്ഥലം, ഇവിടെ അമര കുഴിയിലിടുന്ന സ്ഥലം വെക്കണേൽ നടുക്കുഴിക്കണം. അപ്പം 3 ലെയറായിരിക്കണം വരണ്ട. ഇവിടെ എത്തുമ്പോൾ 3 ലെയർ ആക്കിയാൽ മതി, അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. അതാ ഈ 3 ലെയർ ഇങ്ങനെ വേണം. എന്നിട്ട് ഈ നടുക്കത്തെ 2 പാടില്ല. അവിടെ 2 കട്ടിൽ വെക്കാനുള്ളതാണ്. സിമ്പിൾ ഫാമാണ്, നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ഫാമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇതാ ഇനി ഇവിടുന്നാണ് പണി തുടങ്ങുന്നത്.
ഇനി ഇതാണ് നമ്മുടെ വാതിലിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ഫാസ്റ്റാക്കി കാണിച്ചു തരാം. ഇനി ഇവിടുന്ന് അതിലല്ല അങ്ങനെയല്ല, അവിടെ ചില്ല് വെക്കാനുള്ളതാണ്. മിനിമം ദൂരം ഞാൻ അളവൊന്നും എടുക്കുന്നില്ല, സാധാ പോലെ തന്നെ ഉണ്ടാക്കുന്നത്. അതിൽ ഇനി വീഡിയോ ഫാസ്റ്റാക്കി കാണിച്ചു തരാം. ഇവിടെ എന്തായാലും ഇങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ ആയിരിക്കും ഫാം സെറ്റ് ആവുക. ഇവിടെ ആയിരിക്കും നമ്മുടെ വാതിൽ വരുന്ന സ്ഥലം. അയ്യോ ഇപ്പോഴേ മൂടിയാൽ ഞാനിങ്ങനെ അതാ ഫിൽ ചെയ്യും. എന്തായാലും ഇവിടെയും കൂടി ഞാൻ ഫിൽ ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇതൊക്കെ ഫില്ലാക്കുന്നത് ഞാൻ ഫാസ്റ്റ് കാണിച്ചു തരാം. ഗൈസ് നമ്മുടെ അടുത്തുള്ള കല്ല് ഓൾറെഡി തീർന്നു. അത്ര സ്റ്റാക്ക് എടുത്തൊന്നും തികഞ്ഞില്ല ഗൈസ്. പിന്നെ ഇത്ര വീതി വേണമെന്ന് ചോദിച്ചാൽ ഇത്ര വേണ്ട, അത് ഞാൻ കുറയ്ക്കും. അത് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് കൂടി പോയതാണ്. പിന്നെ കുറച്ചുകൂടി കല്ലെടുക്കേണ്ടി വരും. കുറച്ചുകൂടി കല്ലെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇവിടെയും കൂടി ഫുള്ള് കല്ലങ്ങ് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ എത്ര സ്റ്റാക്ക് ഉണ്ട്? 2 സ്റ്റാക്ക് ഒരു 26 ഉണ്ട്. അത് മതിയായിരിക്കും. അയ്യോ നമ്മുടെ വില്ലേജസ് ഡീസ്പോൺ ആയിട്ടില്ല. സമാധാനം. എന്തായാലും അത് ഉണ്ടാക്കട്ടെ. അവിടെ എത്തിയിട്ട് ആടൊക്കെ വളരുന്നുണ്ട് വേഗം. നമുക്ക് ആടിൻ്റെ ഇതും കൂടി വെട്ടിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ചും കൂടി വെട്ടി ഉണ്ടായിരുന്നതാ, 23 നമുക്ക് മിനിമം എത്ര കട്ടിൽ കൊടുക്കുന്നോ അത്ര അവർ ബ്രീഡ് ചെയ്ത് കൊടുക്കും. കട്ടിൽ കുറവാണെങ്കിൽ അവർ ബ്രീഡ് ചെയ്യും. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും ഉണ്ടാക്കുന്നത് ഞാൻ ഫാസ്റ്റായി കാണിച്ചു തരാം. ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വെക്കാൻ പോകുന്നത് ചില്ലാണ്. ഇതിൻ്റെ ചുറ്റിനും ചില്ലാണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആക്കി വെച്ചിരിക്കുന്നത്. തുമ്പത്തെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യും. അയ്യോ ഗായ്സ് ഒരു കാര്യം മറന്നുപോയി ഗൈസ്. ഇങ്ങനെ സെറ്റ് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെറുങ്ങനെ പാളിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കല്ലല്ലായിരുന്നു വെക്കേണ്ടത്, ഡയറക്റ്റായിരുന്നു വെക്കേണ്ടത്. ഇവിടെ അവന്മാർക്ക് കൃഷിശാലം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, എന്നാലും അവന്മാർ ബ്രീഡാവുള്ളൂ. അപ്പോൾ അവന്മാർക്കുള്ള ഫുഡ് അവന്മാർ തന്നെ കൃഷി സ്ഥലത്ത് നിന്ന് എടുത്തോളും. അതുകൊണ്ട് ഇവന്മാർക്ക് ബ്രീഡാക്കാനുള്ള നമ്മളൊരു കാര്യം വിട്ടുപോയി. ഇവിടെ ഇവിടെ ഫുള്ള് സ്റ്റെക്കടങ്ങി. ഇവിടെ ഫുള്ള് ഇത് മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് മണ്ണാണ് കൊണ്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ മണ്ണ് കൂടി വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരുണ്ട്. നമ്മളിവിടെ ഫുള്ള് ഇവിടെ ആക്കിയാലും ഇത് പഴയതുപോലെ ആവും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വെള്ളം കൊടുത്തിട്ടില്ല. ഇവിടെ ആയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അത് ഇവിടെ ആയിട്ട് കൊടുക്കണം. നമ്മൾ കയറി പോകുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണ്ട, ഇവിടെ ആയിട്ട് വെള്ളം കൊടുക്കാം. വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ താഴോട്ടങ്ങ് എടുത്ത് ചാടണം, ബക്കറ്റിൽ വെള്ളമാക്കണം, അത് താഴെ പൊട്ടിച്ചിട്ട് കല്ലൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യട്ടെ. കളക്ട് ചെയ്യണം. എന്നിട്ട് അടിയില്ല താഴോട്ടാണില്ല, അവിടെ ആയിട്ട് ഇങ്ങനെ നമ്മൾ 4 കല്ലിങ്ങനെ 4 എന്തായാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ പ്ലേസ് ആക്കി പക്ഷേ മറപ്പേ ഇങ്ങനെ പ്ലേസ് ആക്കി കൊടുത്ത് പ്ലേസ് ആക്കിയിട്ട് ഇവിടെയും കൂടി പ്ലേസ് ആക്കിയിട്ട് മണ്ണ് തീർന്നു. എന്ത് ചെയ്യുമല്ലയ്യ, നമുക്ക് കല്ലെടുത്താക്കാം. കല്ലല്ലേ നമ്മൾ ഇവിടെ ഇങ്ങനെ ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, വെള്ളത്തിൻ്റെ പരിപാടി സെറ്റ് ഇനി നമ്മൾ തിരിച്ച് കയറണം. നൈസായിട്ട് ഇങ്ങനെ കയറുക. ഓക്കെ 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 കയറിയുണ്ട്. ഇനി ഇവിടെ വെള്ളം ഒഴിക്കുക. ഓക്കെ, ബാക്കിയെല്ലാം അതങ്ങ് ആ വെള്ളം അങ്ങ് സെറ്റാക്കിക്കോളും. പിന്നെ അവന്മാർ ആ വെള്ളത്തിൽ വീഴാണ്ടിരിക്കാൻ അവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ചില്ലുരുക്കാനല്ല, നമ്മളവിടെ ചില്ലല്ല, മാറിപ്പോയതാണ് പറഞ്ഞത്.
സാൻഡ് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ചില്ലുണ്ടാക്കിയാലേ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ AFK നിൽക്കണം. ഓക്കെ, നമ്മളിവിടെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഇനി ഇതേപോലത്തെ നല്ല വീഡിയോസെല്ലാം വരുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കയറി ലൈക്കും ചെയ്ത് സബും ചെയ്ത് വെക്കുക. പിന്നെ അവിടെ ഒന്ന് ആ സബിൻ്റെ സ്ഥലം ലൈക്കിൻ്റെ സ്ഥലം ഒന്ന് അപ്പുറത്തേക്ക് നീക്കി കഴിയുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നമ്മുടെ ഇത് ആയി ഗൈസ്, ഫാസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഇവിടെ AFK നിൽക്കേണ്ട വന്നില്ല ഗൈസ്. ഫുൾ ഗ്ലാസ്സും ആയി. നമുക്ക് ആവശ്യമുള്ള ഫുൾ ഗ്ലാസും കിട്ടിയിട്ടുണ്ട്. ചുറ്റിനും അങ്ങ് ഗ്ലാസ് വെച്ച് അങ്ങ് സെറ്റാക്കാൻ വേണം. നമ്മളെന്തായാലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൻ്റെ ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് സെറ്റ് ചെയ്യണം. പിന്നെ ഇവന്മാർക്ക് അവിടെ വെക്കാൻ പാടില്ല. ഇവിടെയും ചില്ല് തന്നെ വെച്ച് ബ്ലോക്ക് ചെയ്യണം. ഇതിനാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ ചാടി അങ്ങോട്ട് എത്തണം. ഓക്കെ, ഇനിയുള്ള പണി അടിയിലാണ്. ഇവിടെയാണ് ഇനി പണി വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൊന്തി പോയിട്ട് ഈ കുട്ടികൾ ബ്രീഡാവുന്ന സ്ഥലത്തുനിന്ന് അടിയിലേക്ക് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമുക്ക് ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ വരും. ഇവന്മാരാണ് ഇതിൽ അലമ്പ് കക്ഷികൾ. എനിക്ക് ഇഷ്ടമല്ല സോബിയെക്കാട്ടും പറയുമ്പോൾ വെള്ളത്തിൽ നിന്ന് അടിച്ചല്ല. ഇറിറ്റേറ്റിംഗ് ആണ്. ഇറിറ്റേറ്റിംഗ്. ഓക്കെ, സെറ്റ് ചെയ്യണം. ആ കുട്ടികളെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യണം. ഒരു കട്ടി കൂടി സെറ്റ് ചെയ്യണം. ക്രാഫ്റ്റിന് സെറ്റ് ചെയ്യണം. വെള്ളത്തിൻ്റെ വെള്ളം സെറ്റ് ചെയ്യാൻ കുറച്ച് വേണം. ഇനി ഇവിടുന്ന് സെറ്റ് ചെയ്തത്. ഓക്കെ, സെറ്റ് ചെയ്തായി. ബാക്കി നമുക്ക് മേടിക്കാൻ സെറ്റ് ചെയ്യാം. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അവിടെ നിന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇല്ലേ, പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ചാടിയിട്ട് സെറ്റ് ആകാൻ പറ്റും. നീട്ടാൻ കൊടുക്കാം. നമ്മളിവിടെ എത്തി. ഇതുപോലെയാണ് വില്ലേജസ് ഉണ്ടാകുന്ന കുട്ടി ഇവിടേക്ക് വരുന്നത്. നമ്മൾ ഈ കുട്ടീൻ്റെ ഇവിടെയും നമ്മൾ ഇത് തന്നെ ആക്കാൻ പാടും. എന്താണെന്ന് വെച്ചാൽ സോംബിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വന്നില്ലേ കുറേ ആണോ വെള്ളത്തിൻ്റെ അടിയിലുള്ള. ഇമാർക്കൊന്നും വേറെ പണിയില്ലേ. ഇവിടെ ഒരു നല്ലൊരു ഫാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ്റെയൊക്കെ ഓരോരുത്തന്മാർ ഇറങ്ങിയേക്കാം മനുഷ്യനെ പറ്റിക്കാനായിട്ട്. നമ്മൾ ഇവിടുന്ന് ആ സ്റ്റെപ്പ് പൊളിച്ച് കളയാം. എന്നിട്ട് നമ്മൾ വേറെ സ്റ്റെപ്പ് ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ഈ സ്റ്റെപ്പിൻ്റെ ഇതിൽ സ്റ്റെപ്പ് പൊളിച്ച് കളയേണ്ടതാണ്. സ്റ്റെപ്പ് പൊളിച്ച് കളയേണ്ടതാണ്. എന്തായാലും ഞാൻ ടെമ്പററി ബിൽഡായിരുന്നു സ്റ്റെപ്പ്. എനിക്ക് ആദ്യം അറിയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ ഇത് ബിൽഡ് ചെയ്തിങ്ങനെ എത്താമല്ല. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് അധികം ഗ്യാപ്പ് അങ്ങോട്ട് പോയിടണം. എന്ന് വെച്ചാൽ അവിടെ കുറച്ച് പണിയുണ്ട്. ഫാക്സ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഇതങ്ങ് ജോയിൻ്റ് ആക്കാം. എന്നിട്ട് ഇതങ്ങനെ വീണ്ടും ഇത്ര മതിയാവും. ഇവിടെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അല്ല ഇവിടെ വെള്ളത്തിലേക്ക് ചാടിപ്പറയുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് സ്റ്റെപ്പ് തിരിച്ചങ്ങ് സെറ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ തന്നെ 3 ലെയറാക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് നമ്മുടേത്. ഇവിടുന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ മേലോട്ട് സ്റ്റെപ്പ്. കാരണം ഇവിടെയുള്ള സ്റ്റെപ്പ് എന്നുള്ള സാധനം ഇവിടെ ഇല്ല. അയ്യോ, ഇപ്പോൾ പൊടിച്ച് കളയണ്ട. നമുക്കിവിടെ കുറച്ചുകൂടി പണിയുണ്ടെന്ന് വെച്ചാൽ ഇവന്മാർ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ ഇത്ര വേണ്ടായിരുന്നു. ഇവിടുന്ന് ഇത്ര തട്ടും കളയണം. എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലാസ് വെക്കണം. ഇത്ര ഗ്ലാസ് വെക്കണം. മേളിൽ നമുക്ക് കല്ല് തന്നെ വെച്ചടക്കണം. എന്താണെന്ന് വെച്ചാൽ വില്ലേജർ കാണാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ കുട്ടിയുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ മാത്രമായിട്ട് കുട്ടീൻ്റെ സ്ഥലം വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സോംബിയും വരാൻ പാടില്ല, ഒന്നും വരാൻ പാടില്ല. ഓക്കെ, അതങ്ങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കുട്ടികളെല്ലാം ഇങ്ങോട്ട് ഒഴുകി വരും. എന്താണെന്ന് വെച്ചാൽ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞില്ല. നമ്മളൊരു കാര്യം വിട്ടു. ഇവിടുത്തെ ഇത് പൊട്ടിച്ചിട്ട് ഉള്ളിൽ കയറണം.
ഇവിടുന്ന് വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടെ വീഴുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ ഒഴുകി അങ്ങ് വരും. ഒഴുകി വന്ന് ഇവിടെ സ്റ്റോപ്പാവും. അതാണ് നമ്മുടെ ട്രിക്ക്. കണ്ട ഗൈസ്, ഇനി അവിടെ വന്ന് സ്റ്റോപ്പ് ആയിക്കോളവന്മാർ. ഇതൊക്കെ അങ്ങ് വിളിച്ചോളാം. അവിടെ ഇതിൻ്റെ വഴിയാണ്, അതും അങ്ങ് വിളിച്ചോളാം. അതിനാണ് ടെമ്പററി ബിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും അങ്ങ് വിളിച്ചോളാം. ഇവിടെ ഒന്നും വേണ്ട, സോംബിയും സ്പോണാൻ പാടില്ല, ഒന്നും സ്പോണാൻ പാടില്ല. നമ്മുടെ ഫാമിൻ്റെ മാത്രം വർക്കായിരിക്കും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് മേലോട്ട് കയറാനുള്ള സെറ്റപ്പ് റെഡിയാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഒരു കട്ടയോടെ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ചാടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇവിടെ ഓക്കെ, നമ്മളെ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പണി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. അവിടെ ഒരു ഹോൾട്ട്, അവിടെ ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്ത് അവിടുത്തെ പണി കഴിഞ്ഞു. സ്റ്റെപ്പ് എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ഇത് 2 സ്റ്റെപ്പ് ആക്കണം, എന്നിട്ട് കാണിക്കും. ഓക്കെ, ഇത് 2 സ്റ്റെപ്പ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ. എന്തായാലും അവിടെ സെറ്റാണ്. ഈ വില്ലേജസിനൊക്കെ സുഖമായി കൊണ്ടുവരാം. ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഇതിങ്ങനെ വെച്ച് പോയാൽ മതി. ഒരു സാധനം ഉണ്ടാക്കാനുണ്ട്. അതായത് ഈ സാധനം തന്നെ. ഇനി ഇത്ര സാധനങ്ങൾ വേണം. അടുത്ത് ഫുഡ് ഉണ്ട് എന്ന് തോന്നുന്നു. ഫുഡ് ഉണ്ട്. ഇനി അത് പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് അതിപ്പോൾ എങ്ങനെ ആക്കുക? അതാ ഒന്ന് മതി. അതും ഇനി അവിടെ സെറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ അവിടെ എത്തിയിട്ട് നമ്മളിവിടെ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം. പിന്നെ ഇതിങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്യേണ്ടത്. അതല്ല സെറ്റ് ചെയ്യേണ്ടത്. അതല്ല പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടോർച്ച് വെക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് പൊളിക്കണം. ഇത് നമുക്ക് ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് അവന്മാർ അതിൻ്റെ മേളിൽ കയറി കളിക്കും. അതിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേളിൽ എവിടെയത് അതിൻ്റെ മേളിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മളങ്ങ് പൊട്ടിച്ചളഞ്ഞാൽ ഞവന്മാരെ ബോട്ടിൽ വലിച്ചുകൊണ്ട് വരണം. ബോട്ടിൽ വലിച്ചുകൊണ്ട് വന്ന ആ ട്രാപ്പ് ഡോർ അത് സെറ്റ് ചെയ്യാൻ മറന്നുപോയി. ട്രാപ്പ് ഡോറും എടുത്ത് അവന്മാരെ ബോട്ടിൽ വലിച്ചു കൊണ്ടുവരണം. ബോട്ടിൽ വലിച്ചു കൊണ്ടുവരുന്ന മുമ്പേ നമുക്കിവിടെ നിന്ന് അങ്ങോട്ടൊരു പാത ഉണ്ടാക്കണം നമ്മുടെ വീട്ടിലേക്ക്. അതിന് വേണ്ടി ഇവിടെ നിന്നൊരു പാത ഉണ്ടാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മളെന്തായാലും അവിടെ നിന്ന് കറങ്ങി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കറങ്ങി വളഞ്ഞും തിരിഞ്ഞും എന്നാലും അവന്മാരെ ഇനി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോകണം. പിന്നെ ട്രാപ്പ് ഡോർ കൊടുക്കണം. ട്രാപ്പ് ഡോർ ഫസ്റ്റ് ഉണ്ടാക്കട്ടെ. ട്രാപ്പ് ഡോർ ഇതാണ് വേണ്ടത്. 3 എണ്ണം വേണം. 4 എണ്ണം ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് പകുതി സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റട്ടെ. ഇത്ര സാധനമൊന്നും വേണ്ട. പിന്നെ അവിടെ ഫുൾ സോംബി വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ വില്ലേജർ ഫാമിൻ്റെ ചുറ്റിനും ഫുൾ ലൈറ്റപ്പ് ചെയ്യണം. ലൈറ്റ് ചെയ്യാൻ ഏകദേശം 2 സ്റ്റാക്കിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈറ്റപ്പ് ചെയ്ത് പരമാവധി ഫെൻസും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളപ്പോൾ വില്ലേജസിനെ അങ്ങ് കൊണ്ടുവരുവാണ്. നമ്മുടെ സ്ഥലത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. ട്രാപ്പ് ഡോറും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അവിടെ പോയി സെറ്റാക്കി മാത്രം മതി. നമ്മൾ മെല്ലെ കൊണ്ടുപോവാണ്. താഴെ എവിടെയും വീഴ്ത്തുണ്ട്. മെല്ലെ വെള്ളത്തിൽ വീണാൽ പണിയാവും. ഓക്കെ, സീനില്ല. ഇനി അങ്ങോട്ട് സീനില്ല. നമ്മളിങ്ങനെ കൊണ്ടുവരാം. ഇവന്മാരിവിടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ചെരിച്ച് നിർത്താം. അയ്യോ വെള്ളത്തിലേക്ക് പോയല്ലേ. ഓക്കെ അൺലോക്ക്. ഓക്കെ, വള്ളി എടുത്തിട്ടുണ്ട്. ഇനി മേളിലൊരു ചെറിയ പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് തുരന്നിട്ട്
അത് പൊട്ടിച്ച ഞങ്ങളെ നമുക്ക് മേളിലായിട്ടാണ് വെക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുന്ന രീതിയിൽ. അതിൻ്റെ മേളിലെന്തിനാ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അത് അടയ്ക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മേളിൽ തന്നെ വേറെ ഒന്ന് പ്ലേസ് ആവുന്നു. ഓക്കെ, ഇതിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ വരെ വലിച്ച് ഉള്ളിക്കൊണ്ടിടാം. ലിവർ മെല്ലെ 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 മെല്ലെ. ഓക്കെ, വരൂ വരൂ. കണ്ട ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഗുണം. നമുക്ക് അതിൻ്റെ അടിയിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ അടിയിൽ ടോർച്ച് ഫിറ്റ് ചെയ്തില്ല. നമുക്കൊരു ടോർച്ച് ഉള്ളിൽ നിന്നെടുത്ത് അതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യണം. കയറുക. ഓക്കെ ഓക്കെ ഓക്കെ, ഉടൻ വരെ എത്തിയിട്ടുണ്ട്. നമുക്കിതൊക്കെ പൊട്ടിക്കേണ്ടി വരും. ഉമ്മാരെ ഉള്ളിൽ കയറണേൽ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ, ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഇവിടെ എല്ലാം റെഡിയാക്കണം. കട്ടിൽ സെറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ കട്ടിൽ വരുന്നത്. കട്ടിൽ വരുന്ന സ്ഥലം ഇങ്ങനെയാണ്. ഓക്കെ, ഇത് അവിടം തൊട്ട് അങ്ങറ്റം വരെ ഇവർക്കായിട്ടുള്ള ബെഡുണ്ട്. ഇതാരും ഇപ്പോഴും ഇവിടെ കൃഷി തുടങ്ങി ഗൈസ്. നമുക്ക് കട്ടിൽ മെല്ലെ അല്ല, ഇത് മെല്ലെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം. ബോട്ട് മെല്ലെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ബോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മരിപ്പഴ നട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രീഡാവുന്നുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഞാൻ അവിടെ നിന്ന് ഗൈസ് എന്ത് പെട്ടെന്ന് ബ്രീഡായിരുന്നു ഗൈസ്. ഇനി നൈറ്റ് ആകുമ്പോൾ ആ കുട്ടി അങ്ങോട്ട് പോയിട്ട് ആ ട്രാപ്പ് ഡോർ കൂടെ അടിയിലേക്ക് വീണോളൂ. ഞാൻ ഉമ്മാർക്ക് കുറച്ച് ഫുഡ് കൊടുക്കട്ടെ. അങ്ങനെ അവർ ഇനിയും ഏകദേശം നല്ലോണം സന്തോഷപ്പെടും. നല്ലോണം ബ്രീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എല്ലാം പാതി പാതിയാക്കിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഇതിവന് കൊടുക്കാം. ഇമാർക്ക് 2 പേർക്കും പണിയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ ഒരു വർക്ക് സ്റ്റേഷനെ വെച്ചുള്ളൂ. ഇനി ഞാൻ അപ്പുറത്തേക്ക് എങ്ങനെ എത്തുന്നതാണ്. തൽക്കാലം ഇതൊന്ന് ഓർത്ത് വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ വില്ലേജർ ഫാം ഇപ്പോൾ ഇവിടെ 100% വർക്കിംഗ് ആണ്. നിങ്ങൾ കണ്ടായിരുന്നില്ലേ ഇവിടെ ബ്രീഡായ കുഞ്ഞിനെ? ഇനി അവൻ നൈറ്റ് ആകുമ്പോൾ ബെഡ് തപ്പി ഇങ്ങോട്ട് വരും. ബെഡ് കാണുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ കുഴീൻ്റെ ഉള്ളിൽ വീഴും. അതിനിപ്പോൾ നൈറ്റ് ആവണം. നൈറ്റ് ആവാറായിട്ടില്ലാന്ന് തോന്നുന്നു. നൈറ്റ് ആയിന്ന് തോന്നുന്നു. അതോ മഴ പെയ്യാനുള്ളതാണോ? നൈറ്റായി ഗൈസ്. ഇനിയിപ്പം നമുക്ക് കാണാം ആ കുഞ്ഞിത് ഇവിടെ വീട് തപ്പി വന്നിട്ട് ഇവിടെ വീഴുന്നേ. ബെഡ് തപ്പി വന്നിട്ട് എന്നിട്ട് ഒലിച്ച് ഇവിടെ വന്നിക്കും. വാ 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 വാ. അയ്യോ, അറിയേണ്ട ഒരു ബെഡ് പൊട്ടിച്ച്. അല്ല ഇത്ര ബെഡ്. അയ്യോ, ഉറങ്ങല്ലടാ. നിൻ്റെ അടുത്ത് ഉറങ്ങാൻ ആരാ വന്നേ? എൻ്റെടാ, ഇവൻ കിടന്നുറങ്ങി രാവിലെ ആക്കാൻ നോക്കുന്നു. പിന്നെ ഞാനിവിടെ രാത്രിയാക്കാൻ നോക്കുമ്പോൾ
ഇവിടെ ഇത്ര കട്ടിൽ വേണ്ടെന്ന് തോന്നുന്നു. ഇമാതിരി ഈ കട്ടിൽ കണ്ട് നടുക്കോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ല, ആ സൈഡിൽ പോയിട്ട് അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് നല്ല രീതിക്ക്. അതുകൊണ്ട് നമുക്ക് ഈ കട്ടിലൊക്കെ പിന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇമാതിരി ഇത് തേടി നടുക്കോട്ട് വരണം. ചെറുത് ഇങ്ങോട്ട് വാ, ലൈവായിട്ട് കാണാം. ഇമാതിരി ഇങ്ങോട്ട് വരുന്നത് ഇവിടെയാണ് വെച്ച് കൊടുക്കേണ്ട ഒരു കട്ടിൽ. പക്ഷേ ഇപ്പോൾ 3 പേർക്കുള്ള കട്ടിലായി. 5 എണ്ണം വെക്കണം എന്നാണ്. ഓക്കെ, 4 5 എണ്ണം വെച്ചിട്ടുണ്ട്. എടാ ഉറങ്ങലടാ. ഓക്കെ അമ്മമാർക്ക് ഉറങ്ങാൻ സെറ്റ് ചെയ്തപ്പോൾ ആ ചെറുതെന്ത് ഇങ്ങോട്ട് വീഴാത്ത. നമ്മളെന്തായാലും പോയി കുറച്ച് നേരം ഇങ്ങോട്ട് മാറി നിന്നിട്ട് അടിയിൽ ഓൾറെഡി ഇവന്മാരെ നോക്കി സോംബീസ് വന്നു ഗൈസ്. ഞാൻ അവിടെയൊക്കെ ലൈറ്റപ്പ് ചെയ്ത് അങ്ങോട്ട് ലൈറ്റപ്പ് ചെയ്യാൻ മാറുന്നു ഗൈസ്. ഇവന്മാർ പേടിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കുട്ടി വില്ലേജറിനെ കാണില്ല. അയ്യോ, വെള്ളത്തിൻ്റെ അടിയിലാണ് ലോഡ് മറ്റേ സോംബികളും. കുട്ടി വില്ലേജർ പുറത്തേക്ക് വരുന്നില്ല. കുട്ടി വില്ലേജർ വാ, എന്നെ പുറത്തേക്ക് തള്ളിയിടാം നമുക്ക്. അപ്പോൾ ബാക്കിയുള്ളമാരും അങ്ങോട്ട് വീണോളൂ. അയ്യോ ഗൈസ്, അടയ്ക്കാൻ മറന്നുപോയി. നേരെ ബെഡിൽ കയറി കിടന്നു. ഇവൻ എന്തിനാ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു കട്ടിലും വെക്കണ്ട. തൽക്കാലത്തേക്ക് അവൻ കിടക്കുന്നവരോട് ഒരു കട്ടിലും വെക്കണ്ട. അയ്യോ, അവനവിടെ അവനവിടെ ലിട്ടാപ്പി. ഗൈസ്, അവനിവിടെ വീണിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ഒരു കട്ടിൽ വെച്ചാൽ മതി. 1 2 വേണമെങ്കിൽ ഒരു 3 എണ്ണം 5 എണ്ണം വെക്കണം എന്നാണ്. 5 എണ്ണം ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവാൻ കിടന്നുറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോളെ അയൺ ഫാം എപ്പം മാറിപ്പോവും. നമ്മുടെ വില്ലേജർ ഫാം 100% വർക്കിംഗ് ആണ്. ഇതാ നമ്മുടെ കുട്ടി വില്ലേജർ ഇതാ ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ വലിയ വില്ലേജറൊക്കെ അവിടെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് വരാം. എന്താ സോംബീസിൻ്റെ ശല്യം നല്ല രീതിക്കുണ്ട്. അടിയിലെ വെള്ളം മൂടേണ്ട വരും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ്. നമ്മുടെ വില്ലേജർ ഫാം 100% വർക്കിംഗ് ആണ്. വില്ലേജറിന് നമുക്ക് വില്ലേജേഴ്സിനെ കിട്ടി തുടങ്ങി. ഇനിയാണ് അയൺ ഫാം ഉണ്ടാകേണ്ടത്. ഫാമിന് 20 വില്ലേജർ വേണം. അതിന് നമുക്ക് ഇവിടെ കുറച്ചൊരു AFK നിന്നായി 20 അല്ല 30 അടുത്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗായ്സ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നാളെ അയൺ ഫാമിൻ്റെ വീഡിയോ വരുന്നതാണ്. നിങ്ങളെല്ലാവരും അതും കയറി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്.